എന്താണ് പോസ്റ്റ് ഫുൾ മൂൺ മെസ്സേജസ് എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഈ ഒരു കാർഡ് എടുത്തിട്ടുണ്ട്. എന്താണ് ഫുൾ മൂൺ നമ്മളോട് പറയുന്ന ഗൈഡൻസ്? സെക്കൻഡ് കാർഡ്. ഓക്കെ, ഈ ഒരു കാർഡ്. ഓക്കെ, ഈ ഒരു കാർഡ് എടുക്കാം. 2 കാർഡ് എടുക്കാം. ഓക്കെ, സോ നമുക്കിനി ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നോക്കാം. സോ നമുക്ക് കിട്ടിയ കാർഡ്സ് എന്ന് പറയുന്നത് വാട്ട് ഡു യു നീഡ് ടു റിലീസ് എന്നൊരു കാർഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും റിലീസ് ചെയ്യാനുണ്ട്. അതായിരിക്കും നമുക്ക് ചിലപ്പോൾ ഫുൾ മൂണിന് ശേഷം ന്യൂ മൂണിന് ശേഷം നമുക്ക് ട്രിഗേഴ്സ് വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് ഫൈറ്റിംഗ് എനർജി ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഇതിൻ്റെ കാരണമാണ്. ഇനിയും റിലീസ് ചെയ്യാനുണ്ട്. വാട്ട് ഡു യു നീഡ് ടു റിലീസ്. നമ്മുടെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ റിലീസ് ചെയ്യാനുണ്ട്. നിങ്ങൾ നല്ലതാണ്, യു ആർ ഗുഡ് എനഫ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കാർഡ് വായിക്കുമ്പോൾ നല്ലൊരു വിൻഡ് വരുന്നുണ്ട്. ഓക്കെ, ബി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലുണ്ടൊരു കാര്യം ചെയ്യണം, പക്ഷേ അതിനുള്ള ധൈര്യം അല്ലെങ്കിൽ ബോൾഡ് ഡിസിഷൻ എടുത്ത് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാൻ പറയുന്നുണ്ട് യൂണിവേഴ്സ്. യുവർ ഡ്രീംസ് നീഡ് എ പ്രാക്ടിക്കൽ പ്ലാൻ. ഞാൻ ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 1 ഇയർ ഗോൾ, 5 ഇയർ ഗോൾ നിങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങൾ അതിന് വേണ്ടി വർക്ക് ചെയ്യണമെന്ന്. നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാർഡ് വന്നിട്ടുള്ളത്. ഒന്നുകൂടി എന്ത് ചെയ്യാം, ഒന്നുകൂടി നിങ്ങൾ വർക്ക് ചെയ്യാം. ഞാൻ ഇതിൽ നിന്ന് 2-3 കാർഡ്സും കൂടി എടുക്കാം. ഓക്കെ, ഇത് നോക്കിയാൽ ഈ കാർഡ് എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ച്. ടഫ് സൈക്കിൾ അപ്രോച്ച് ചെയ്യാൻ പോവുകയാണ്. യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ്. വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറേ കാര്യമായിട്ടൊരു കാര്യത്തിന് പിന്നാലെ പോകുന്നുണ്ടായിരിക്കും. അത് വർക്ക് ചെയ്യാൻ പോവാണ്. നമുക്ക് നെക്സ്റ്റ് കാർഡും കൺക്ലൂഷൻസ് ആർ വിത്ത് ഇൻ റീച്ച്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കുറേ പേർക്ക് ടഫ് സൈക്കിൾ എൻഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും നന്നായിട്ട് എൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കൺക്ലൂഷൻസ്, ഹാർഡ് വർക്ക്, പേയിങ് ഓഫ് എന്നും അതുപോലെ ദ എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ് എന്നൊക്കെ പറയുന്നത് 2 കാർഡ് ഒരുമിച്ചാവുന്നിട്ടുള്ളത്. അത് ഇതിൻ്റെ ഒരു ടൈമിംഗ് ആണ്. യെസ്, നോക്കൂ, എ ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ്. പുതിയൊരു സ്റ്റാർട്ട് വരുന്നുണ്ട് റിലേഷൻഷിപ്പിൽ. പുതിയ റൊമാൻസ് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ളൊരു കണക്ഷൻസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ പഴയ കണക്ഷൻസ് ഒന്നുകൂടി പുതിയ രീതിയിൽ വരുന്നുണ്ടായിരിക്കും. അത് ന്യൂ മൂൺ കാർഡാണ്. യെസ്, ഇന്നലെ ന്യൂ മൂൺ ആയിരുന്നു. ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ്. പുതിയൊരു സ്റ്റാർട്ട് വരുന്നുണ്ട്. നല്ല സ്റ്റാർട്ട് ആവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതൊക്കെയാണ് പോസ്റ്റ് ഫുൾ മൂൺ മെസ്സേജസ് ആണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് എന്താണ് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ കാർഡ്സ് അവിടെ എടുക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾ കുറേ ടഫ് സൈക്കിൾ എൻഡ് ചെയ്യാണ്, നിങ്ങൾ ഗുഡാണ് പറയുന്നുണ്ട്. വാട്ട് ഡു യു നീഡ് ടു റിലീസ്. ഇനിയും കുറച്ച് കാര്യങ്ങൾ റിലീസ് ചെയ്യാനുണ്ട്. പാസ്റ്റ് ഇന്നലെ റീഡ് ചെയ്തപ്പോൾ റിലീസ് യുവർ പാസ്റ്റ് എന്നുള്ള കാർഡ് വന്നു. അത് തന്നെയാണ് ഈ ഒരു കാർഡും പറയുന്നത്. പാസ്റ്റ് എന്തെങ്കിലും പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലീസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എന്താണെന്ന് ശരിക്കും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. സോ ഇതൊക്കെയാണ് കുറച്ച് കാർഡ്സ് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഹാർഡ് വർക്കിനുള്ള ആ ഒരു ഇത് പേ ഓഫ് ചെയ്യുന്നുണ്ട്. കുറേ നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മണി ആയിട്ടോ റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, കാപ്രിക്കോൺ ആണ്. ടോറസിൽ എർത്ത് സയൻസ് ആണ് കൂടുതലായിട്ട് എനിക്ക് കാണുന്നത്. അതിപ്പോൾ ലക്കി സോണിവേഴ്സായിട്ട് ഞാൻ വായിച്ചു തന്നോളൂ. ഭാഗ്യം നിങ്ങളുടെ ഭാഗത്തുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതൊക്കെ യൂണിവേഴ്സ് കൗണ്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കർമ്മയായിട്ട് എടുക്കുന്നുണ്ട്, ഗുഡ് കർമ്മയായിട്ട്. അപ്പോൾ അത് ആ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരുമെന്നാണ് പറയുന്നത്. ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ് എന്ന് പറയുന്നു. ഒരു പ്രാക്ടിക്കൽ പ്ലാൻ ഉണ്ടാക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. കൂടുതലും എർത്ത് സയൻസ് ആണ്. ഒന്നുകൂടി ഗ്രൗണ്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഹെവി എനർജി വരുമ്പോൾ നിങ്ങൾ ചമ്രം പടിഞ്ഞിരുന്ന് നിങ്ങളുടെ എനർജി ഭൂമിയിലേക്ക് കൊടുക്കുക. ദാറ്റ് മീൻസ് നിങ്ങൾ റൂട്ട് ചക്രയും ഭൂമിയും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു വ്യത്യാസം വരും, ഹീലിംഗ് വരും. ഓക്കെ, സോ ഇതാണ് പോസ്റ്റ് ഫുൾ മൂൺ. ഞാൻ പിന്നെ ഫുൾ മൂൺ എന്ന് പറയുന്നത് പോസ്റ്റ് ന്യൂ മൂൺ ആണ്. കാരണം ഫുൾ മൂൺ എക്ലിപ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് അല്ലേ. ഫുൾ മൂണും ന്യൂ മൂൺ കാർഡും വന്നിട്ടുണ്ട്. ന്യൂ മൂൺ, വാർണിംഗ് മൂൺ വന്നിട്ടുണ്ട്. കൂടുതൽ ഫുൾ മൂണും ന്യൂ മൂൺ കാർഡുമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിസ്റ്റൽസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഹാർട്ട് ചക്രയോടെ വെച്ചിട്ട് നമുക്ക് ഹീൽ ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ പർജിങ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ, ട്രിഗേഴ്സ് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അതൊക്കെ കളയാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.